ധാരാളം ഉണ്ട്. ഇപ്പോൾ വെളുത്തുള്ളി ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു, എനിക്ക് തോന്നുന്നത് 320K ഷെയർസ് ഉണ്ട് ആ വീഡിയോയ്ക്ക്. അപ്പം ഞാൻ ഉടനെ തന്നെ ചെയ്തു വീഡിയോ. പക്ഷെ നമ്മുടെ വീഡിയോ അത്ര റീച്ച് വരണമെന്നില്ല. കാരണം ഒരു ഫാക്ട് പറയുന്ന പോലെ കള്ളം പ്രചരിക്കാൻ വളരെ ഫാസ്റ്റാണ്. വളരെ പെട്ടെന്ന് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം, ഒരു കല്ലെടുത്ത് തലയിൽ വെച്ചിട്ട് തലവേദന മാറുമെന്ന് പറഞ്ഞൊരു 2 വീഡിയോ ചെയ്ത് അയാളുടെ റിവ്യൂ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ 500K ഷെയർ ഉറപ്പാണ്. പക്ഷെ അത് തിരിച്ചു പറയുമ്പോൾ നമ്മൾ ചെരുപ്പിട്ട് വരുമ്പോഴത്തേക്ക് കള്ളം ചുറ്റി ഭൂമി ചുറ്റി എന്നൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ട്, എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പൊ അതുപോലെയാണ്, വളരെ ലേറ്റ് ആയിട്ട് നമ്മൾ ലേറ്റ് ആണ്. പക്ഷെ ബാക്കിയുള്ളത് വിശ്വസിക്കാനാണ് ആൾക്കാർക്ക് നല്ലത്. മരുന്നില്ലാതെ എങ്ങനെയെങ്കിലും അസുഖം മാറ്റാം, കുറുക്ക് വഴികൾ ചിലതൊക്കെ കറക്റ്റാണ്. പക്ഷെ ശാസ്ത്രീയമായ തെളിവുകളുള്ള സാധനങ്ങൾ വിശ്വസിക്കുക. അപ്പൊ എന്റെ എപ്പോഴും അഡ്വൈസ്, ഇത്രമാത്രം ഡോക്ടർമാരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഡോക്ടറെ, ഇപ്പൊ ഞാൻ തന്നെ ആവണമെന്നില്ല, അത് ഏതെങ്കിലും ഒരു ഡോക്ടറെ വിശ്വസിക്കുക. ആ ഡോക്ടറെ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണോ ചെക്ക് ചെയ്യുക. ഇതാണ് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം പണ്ട് മുതലേ. അടുത്തത് ശരിക്കും ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചത്, അതായത് ഇപ്പൊ ഡയറ്റ് എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ, അത് ഡയറ്റ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷനാ. ഒരു 100 ഡയറ്റ് കിട്ടാനുണ്ട്. ഇതില് ഷുഗറിനെ റിവേഴ്സ് ചെയ്യാനുള്ള ഡയറ്റോ, അതായത് ഈ ഡയബറ്റിക് പേഷ്യൻസിന് വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ എപ്പോഴും ഏതിൽ കാണുമ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നതിൽ പ്രശ്നമുണ്ടോ? അതൊരു മേജർ ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ പ്രോട്ടീൻ എന്താ കൂടുതലായി കഴിക്കും വേണം. ഇപ്പൊ പല മേജർ ഫുഡിലും പ്രോട്ടീൻ കിട്ടുന്നില്ല. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെ അഡ്രസ് ചെയ്യുന്നുണ്ട്? ഷുഗറിനെ കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്യാനുള്ള ഡയറ്റ് പ്ലാൻ ഉണ്ട്. പക്ഷെ ആദ്യം തന്നെ ഷുഗർ കണ്ടുപിടിക്കണം. നമ്മൾ ഒത്തിരി ലേറ്റ് ആയിട്ട് ഇപ്പൊ 2 years 3 years 4 years ഒക്കെ കഴിഞ്ഞ് ഓൾറെഡി കിഡ്നിയൊക്കെ ഇൻവോൾവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പം ആദ്യമേ കണ്ടെത്തിയാൽ കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്യാൻ പറ്റും. നമുക്ക് വെയിറ്റ് മാനേജ്മെന്റും ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ട്. നമ്മളൊരു പ്ലേറ്റിനെ 4 ഡിവൈഡ് ചെയ്യുക. 4 ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ സാധാരണ ചോറ് എടുക്കുമ്പോൾ നടുക്ക് മാത്രം കൂന് കൂട്ടിയിട്ടിട്ട് തോരനൊക്കെ സൈഡിലാണ് വെക്കുന്നത്. അതിന് പകരം നമ്മൾ ഒരു പ്ലേറ്റിനെ 4 ഡിവൈഡ് ചെയ്തിട്ട് ഒരു പോർഷൻ ചോറ് എടുക്കുക, അല്ലെങ്കിൽ ചപ്പാത്തി എടുക്കുക. മറ്റേ പോർഷൻ പ്രോട്ടീൻ ആയിരിക്കണം. പ്രോട്ടീനാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പങ്ങ് കുറയും. സ്റ്റാർട്ടിങ് പ്രോട്ടീനിൽ ചെയ്യാം. പിന്നെ വെജിറ്റബിൾസ് ഉണ്ടായിരിക്കണം, ഫ്രൂട്ട്സ് ഉണ്ടായിരിക്കണം, പറ്റുമെങ്കിൽ തൈരോ അങ്ങനെ എന്തെങ്കിലും ഡയറി പ്രൊഡക്റ്റും കൂടെ കഴിച്ചാൽ നല്ലതാണ് ഫാറ്റിന് വേണ്ടി. അപ്പൊ ഇതെല്ലാം കൂടെ ആണ് ഒരു കംപ്ലീറ്റ് മീൽ ഡയറ്റ്, ഒരു കംപ്ലീറ്റ് ബാലൻസ് ഡയറ്റുമാണ്. അത് കൂടാതെ നമ്മൾ വെയിറ്റ് കുറയ്ക്കാനും പറ്റും. ഈ റിവേഴ്സൽ പറ്റും, ഡയബറ്റീസ് റിവേഴ്സൽ. അപ്പൊ ഡയബറ്റീസ് നമ്മൾ ആദ്യം പ്രോട്ടീനിൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ അതിന് മുമ്പ് ഞാൻ പറയുന്നത് 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. അതിന് ശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പ്രോട്ടീനിൽ ആഹാരം സ്റ്റാർട്ട് ചെയ്യും. മുട്ടയുടെ വെള്ളയോ അല്ലെങ്കിൽ നമുക്ക് പയർ പുഴുങ്ങിയതോ പയർ മുളപ്പിച്ചതോ ഒക്കെ, അല്ലെങ്കിൽ കടല ഉള്ള സാധനങ്ങൾ ആദ്യം കഴിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചോറ് ഉൾപ്പെടെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഷുഗർ സ്പൈക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഷുഗർ ഉള്ള ആളുകൾ വളരെ കൊച്ചു ഡയറ്റ് ചെയ്യുക. അധികം കഴിക്കരുത്, വയറ് ഫുള്ള് കഴിക്കാതെ ഒന്ന് കഴിച്ചതിന് ശേഷം ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും കഴിക്കുക, പിന്നെ ഒരു 3 മണിക്കൂർ അങ്ങനെ കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പൊ ആ രീതിയിൽ ചെയ്താൽ കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്യാം. അതിനോടൊപ്പം നമ്മൾ വയറിന് ചുറ്റുമുള്ള വണ്ണം കുറയ്ക്കണം. നല്ലവണ്ണം വ്യായാമം ഒരു 30 മിനിറ്റ് എങ്കിലും എല്ലാ ദിവസവും ചെയ്യാം. അങ്ങനെ ചെയ്താൽ നമുക്ക് ഷുഗർ റിവേഴ്സ് ചെയ്യാൻ പറ്റും.